ഫസ്മിന സാക്കിറിൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. അഹ് അക്ബർ ഖാൻ ഓൺ ടിൻഡർ. എന്നിട്ട് പുള്ളിക്കാരി വീഡിയോയിൽ ഇങ്ങനെ പുള്ളിക്കാരിയുടെ അഭിപ്രായങ്ങൾ പറയാണ്. അതായത് അക്ബർ ഖാൻ ഇപ്പോൾ ബിഗ് ബോസിലുള്ള അതിന് മുന്നേ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായ അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ഒരു സെലിബ്രിറ്റി, ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. പുള്ളി ടിൻഡറിൽ പുള്ളിക്ക് അക്കൗണ്ട് ഉണ്ട്. അതായത് പുള്ളിയുടെ ഒറിജിനൽ വെരിഫൈഡ് അക്കൗണ്ട്. അപ്പോൾ അതിൽ ഏതോ പെണ്ണ് അതിൽ മാച്ച് ആയപ്പോൾ ആ പെണ്ണോട് സംസാരിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് ഇരുന്നിട്ട് അങ്ങ് അഭിപ്രായം പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 പ്രായപൂർത്തിയായ 2 ആൾക്കാരുടെ വാട്സപ്പ് ചാറ്റ് അല്ലെങ്കിൽ ടിൻഡറിലെ പിന്നെ ഇതിലത്തെ ചാറ്റ് വെച്ചിട്ട് ഒരാൾ വന്നിരുന്നിട്ട് അത് നോക്കിയിട്ട് അഭിപ്രായം വരെ അക്ബർ ഖാൻ കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ അവനിങ്ങനെ ഒരാളുടെ റിലേഷൻഷിപ്പ്, ഒരാളുടെ പിന്നെ ജെൻഡർ, ഒരാളുടെ സെക്ഷുവാലിറ്റി, ഒരാൾ വിശ്വാസിയാണോ വിശ്വാസിയല്ലയോ, ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഇതൊക്കെ ആ വ്യക്തിയുടെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നാട്ടുകാരോട് പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരോടത്തും മറ്റേ ഇതാക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഇതിൽ വന്നിട്ട് വേറൊരാൾ വന്നിട്ട് അഭിപ്രായം പറയുന്നത് എന്തിനാ? നിങ്ങൾ വലിയ മറ്റേ കുലസ്ത്രീക്കെതിരെയൊക്കെ മറ്റേ എന്തോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴാ ചാനലിൽ കാണുന്നത്. വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവര് ഡേറ്റിംഗ് ആപ്പില് അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ആള് ഇത്രയും പിന്നെ പോപ്പുലറായ ഒരാള് സ്വന്തം പിന്നെ നെയിം യൂസ് ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യാതെ ഒരു വെരിഫൈഡ് അക്കൗണ്ടിൽ ഒരു ഡേറ്റിംഗ് ആപ്പില് പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരോട് ചാറ്റ് ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അത് ഭയങ്കര പ്രശ്നമാണോ? ഇവിടെ എത്ര സെലിബ്രിറ്റീസ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലും ഇതേപോലെ ഡേറ്റിംഗ് ആപ്സിലൊക്കെ പിന്നെ ഇത് ചെയ്യുന്നുണ്ട്. ആൾക്കാരുമായിട്ട് പിന്നെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ എന്താ? ഒരാളുടെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ പോയിട്ട് ചുമ്മാ അഭിപ്രായം പറയാതിരിക്കുക. അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ആ 2 പേര് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ കുട്ടി തന്നെയാണ് പിന്നെ ചാറ്റ് ചെയ്ത ആൾ തന്നെയാണ് തനിക്ക് പിന്നെ ഇതയച്ചതെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചതെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 2 പേര് തമ്മിലുണ്ടായ കോൺവെർസേഷൻ. സീ ഈ ഈ ഇപ്പം ഈ മാച്ചായ ഈ പെൺകുട്ടിക്ക് അങ്ങനെ കമ്മിറ്റഡായ ഒരാളുമായിട്ട് ഒരു ഡേറ്റിന് പോവാൻ പിന്നെ താല്പര്യമില്ലാന്നാണ് ആ കുട്ടി തന്നെ മെസ്സേജ് അയച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അവിടെ തീർന്നില്ലേ?